ഗ്രോയിങ് അപ്പ് സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവമാണ്. ഞാനാണെങ്കിൽ കോൺവെന്റ് സ്കൂളിലുമാണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ, സിസ്റ്റേഴ്സ് വരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ മോളെ പ്രശ്നം. അപ്പൊ എനിക്ക് പ്രശ്നം ആക്ച്വലി അറിയില്ല. അവർ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ഇവര് വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ആവും നമ്മൾ എന്താ പ്രശ്നം. അത് ക്ലാസ്സിലിരിക്കുമ്പോ ചിലപ്പോ ഇടയിൽ മാറ്റി വിളിച്ച് ചോദിക്കും. എന്റെ സ്കൂൾ ടൈംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത സമയമാണ്. എന്റെ ലൈഫിലത്തെ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ സൈക്കോളജി പഠിച്ച ആ ഒരു അവയർനെസ് വന്ന് അപ്പോഴാണ് ഞാൻ എന്നെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളതും എന്നെ നോക്കാൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പം അമ്മു കടന്നുപോയി എന്ന് പറയുന്ന പോലത്തെ പല സാഹചര്യങ്ങളും എനിക്ക് ഉറപ്പാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഇത് ആങ്സൈറ്റി ആണ്, ഇത് ലോൺലിനെസ് ആണ്, അല്ലെങ്കിൽ ഇത് റിജക്ഷൻ ആണ്, ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ പെയിൻ ഇൻ മൈ ചെസ്റ്റ് ഓർ മൈ അബ്ഡമൻ ആൻഡ് കോൺസ്റ്റന്റ് ക്രൈങ് ബിക്കോസ് നോബഡി ഈസ് വിത്ത് മീ. അല്ലെങ്കിൽ ഹോസ്റ്റലിലാണ്, ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു റിസോഴ്സ്ഫുൾ പാരന്റ് ഇല്ല. അങ്ങനെയായിരുന്നു ചൈൽഡ്ഹുഡ്. അപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഡോണ്ട് മിസ് ദാറ്റ് ടൈം. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലത്തെ ഓരോ സ്റ്റെപ്പും ഇന്നത്തെ ഞാനാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.